നമ്മളിന്ന് സോങ് ഓഫ് ദി ഫ്ലവർ എന്നുള്ളൊരു പോയമാണ് പറയാൻ പോകുന്നത്. ഇറ്റ്സ് റിട്ടൺ ബൈ ഖലീൽ ജിബ്രാൻ. ഖലീൽ ജിബ്രാൻ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ലെബനീസ് അമേരിക്കൻ റൈറ്ററാണ്. മീൻസ് അദ്ദേഹം ലെബനനിലാണ് ജനിച്ചത്, പിന്നീട് അമേരിക്കയിലേക്ക് കുടിയേറി പാർക്കാനുണ്ടായത്. ഹിസ് എ പോയറ്റ്, വിഷ്വൽ ആർട്ടിസ്റ്റ് ആൻഡ് എ സിറിയൻ നാഷണലിസ്റ്റ്. ഓക്കെ, ഹി റോട്ട് ബോത്ത് ഇൻ അറബിക് ആൻഡ് ഇംഗ്ലീഷ്. അദ്ദേഹം അറബിയിലും ഇംഗ്ലീഷിലൊക്കെ തന്നെ റൈറ്റിങ്സ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം വളരെയധികം ഫേമസ് ആണ്. അത് ഏകദേശം 20ഓളം ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോങ് ഓഫ് ദ ഫ്ലവർ എന്ന് പറയുന്നത് ഒരു ഫ്ലവർ തൻ്റെ വാല്യൂ ഇല്ലെങ്കിൽ താൻ എന്താണ് എന്ന് പറയുന്ന ഒരു പോയമാണ്. അല്ല, സ്പീക്കർ എന്ന് പറയുന്നതും ഈ ഫ്ലവർ തന്നെയാണ്. ഫ്ലവർ പല കാര്യങ്ങളുമായിട്ട് തന്നെ സ്വയം കമ്പയർ ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പോയംസ് ഉണ്ട് ഇതുപോലെയുള്ള മെസ്സേജ് ഷെയർ ചെയ്യുന്ന പോയംസ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം. I'm a kind word uttered and repeated by the voice of nature. I'm fallen star, I am of star, fallen from the blue tent upon the green carpet. I am the daughter of elements, with whom winter conceived, to whom spring gave birth. I was reared in the lap of summer, and I slept in the bed of autumn. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. ഇതിൽ പറയുന്നത് ഐ എം എ കൈൻഡ് വേർഡ് അട്ടേർഡ് ആൻഡ് റിപ്പീറ്റഡ് ബൈ ദി വോയിസ് ഓഫ് നേച്ചർ. അതായത് പ്രകൃതിയുടെ ശബ്ദത്തിൽ ഏറ്റവും കൂടുതൽ പറയുകയും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്ന ഒരു വാക്കാണ് ഞാൻ. ഫ്ലവർ സ്വയം കമ്പയർ ചെയ്യാണ് ടു എ വേർഡ്. എന്താണ്, പ്രകൃതി പലതവണയായി ആവർത്തിച്ച് പറയുന്ന ഒരു വാക്കുമായിട്ട് സ്വയം കമ്പയർ ചെയ്യാണ്. ഐ എം എ സ്റ്റാർ ഫാളൺ ഫ്രം ദ ബ്ലൂ ടെൻറ്റ്. എന്താണ്, ഞാൻ താഴേക്ക് വീണ ഇല്ലെങ്കിൽ എന്താണ് ഇളകി വീണ ഒരു നക്ഷത്രമാണ് ആര്, ഫ്ലവർ. എവിടെ നിന്ന്? ബ്ലൂ ടെൻറ്റ്, സ്കൈയിൽ നിന്നും ഫാളായ അല്ലെങ്കിൽ വീണുപോയ ഒരു നക്ഷത്രമാണ് ഞാൻ. അപ്പോൺ ദ ഗ്രീൻ കാർപ്പറ്റ്, അതായത് പച്ച പരവതാനിയിലേക്ക് വീണുപോയ ബ്ലൂ ടെൻറ്റിൽ നിന്നും വീണ ഒരു നക്ഷത്രമാണ് ഞാൻ. I am the daughter of elements, with whom winter conceived, to whom spring gave birth. എന്താണ്, ഐ ആം ഡോട്ടർ ഓഫ് എലമെൻറ്റ്സ്. എന്താണ്, ഞാൻ ഭൂമിയിലെ പല കാര്യങ്ങളുടെയും എന്താണ് ഒരു മകളാണ് ഞാൻ. എന്നിട്ട് പറയാണ് ഈ ഡോട്ടർ എങ്ങനെയാണ് ഉണ്ടായത്? ദ വിൻ്റർ കൺസീവ്ഡ്, എന്നെ ഗർഭം ധരിച്ചത്. കൺസീവ് ചെയ്യുക, ഗർഭം ധരിക്കുക. അതായത് വിൻ്ററിലാണ് ഞാൻ ഉണ്ടാവുന്നത്, വിത്ത് ഉണ്ടാവുന്നത് എന്ന് പറയാണ്. ദ സ്പ്രിങ് ഗേവ് മീ ബർത്ത്. എന്താണ്, ഫ്ലവറിന് ബർത്ത് ഉണ്ടാവുന്നത് ഇല്ലെങ്കിൽ ആ പൂ വിടരുന്നത് സ്പ്രിങ് സീസണിലാണ്. ഐ വാസ് റിയേർഡ് ഇൻ ദ ലാപ്പ് ഓഫ് സമ്മർ. ഞാൻ സമ്മറിൽ എന്ത് ചെയ്യാണ്, അതിൻ്റെ മടിത്തട്ടിൽ ഉറങ്ങുകയായിരുന്നു. ആൻഡ് ഐ സ്ലെപ്റ്റ് ഇൻ ദ ബെഡ് ഓഫ് ഓട്ടം. ഓട്ടം സീസണിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു, ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് പൂക്കളില്ല അല്ലേ. അപ്പോൾ പല സീസൺസിലൂടെയാണ് ഞാൻ ഉണ്ടായത് എന്ന് പറയാണ്. At dawn, I unite with the breeze to announce the coming of light. അപ്പോൾ പൂക്കൾ വിരിയുന്ന എവിടെയാണ്? അടുത്ത സ്റ്റാൻഡയാണ് പറയുന്നത്. പൂക്കൾ എങ്ങനെയാണ് വിരിയുന്നത്? ഏത് സമയത്താണ്? രാവിലെയാണ്, പ്രഭാതത്തിലാണ് അല്ലേ. At dawn, I united with the breeze. Breeze means കാറ്റ്, ഇളം കാറ്റ്. എന്താണ്, ഞാൻ കാറ്റിനോടൊപ്പം യുണൈറ്റ് ചെയ്ത് ഒരുമിച്ച് ഡോണിൽ, പ്രഭാതത്തിൽ, ടു അനൗൺസ് ദ കമ്മിങ് ഓഫ് ലൈറ്റ്. അതായത് കാറ്റിനോടൊപ്പം പൂവിൻ്റെ മണത്തോടുകൂടി ആ പ്രഭാതത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, ആ പ്രകാശത്തെ, രാവിലെയുടെ ആ സൂര്യകിരണങ്ങളെ ഞാൻ അനൗൺസ് ചെയ്യുന്നു ഇല്ലെങ്കിൽ അറിയിക്കുന്നു. At eventide, I join the birds in bidding the light farewell. എന്താണ്, ഈവനിങ്ങിൽ, ഇവൻറ്റൈഡ് മീൻസ് ഈവനിങ്, എന്ത് ചെയ്യും, ഐ ജോയിൻ ദ ബേർഡ്സ്. ബേർഡ്സ് എന്ത് ചെയ്യാണ്, കൂട്ടിലേക്ക് പോകുന്ന സമയമാണ് അല്ലേ, വൈകുന്നേരം കൂടണയാൻ പോവാണ്. ആ സമയത്ത് ഞാനും എന്ത് ചെയ്യും, അവരുടെ കൂടെ ചേരും. ഇൻ ബിഡിങ് ദ ലൈറ്റ് ഫെയർവെൽ, ഈ പ്രകാശകിരണങ്ങൾ അതായത് സൂര്യാസ്തമയത്തിന് ഫെയർവെൽ നൽകാനായി അല്ലെങ്കിൽ അതിന് യാത്ര അയക്കാനായിട്ട് ഞാൻ പക്ഷികളോടൊപ്പം പോകും. The plains are decorated with my beautiful colors and the air is scented with my fragrance. എന്നിട്ട് പറയാം, the plains are decorated with my beautiful colors. അതായത് ഈ ഭൂമിയിലെ പരവതാനി ഇല്ലെങ്കിൽ എന്താണ്, ആ ഭൂമിയിലെ ഓരോ മലനിരകളെയും ഓരോ പ്രദേശത്തെയും ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ബ്യൂട്ടിഫുൾ കളേഴ്സ് കൊണ്ട്, എൻ്റെ പല നിറത്തിലുള്ള പൂക്കൾ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഡെക്കറേറ്റ് ചെയ്യും. ദ എയർ ഇസ് സെൻറ്റഡ് വിത്ത് മൈ ഫ്രാഗ്രൻസ്. എന്താണ്, അതുപോലെ ഈ ഭൂമിയിലെ എന്താണ് മനോഹരമായ ഈ വായുവിനെ ഞാൻ എൻ്റെ സുഗന്ധം കൊണ്ട് അതിനെ ഞാൻ സെൻഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ പരിമളം കാറ്റിലൂടെ എല്ലായിടത്തും ഈ എയറിലെത്തിക്കും. As I embrace slumber, the eyes of night watch over me, and as I awaken, I stare at the sun, which is the only eye of the day. ഇനി എന്താണ്,
ആസ് ഐ എംബ്രേസ് സ്ലംബർ മീൻസ് സ്ലീപ്പ്, അതായത് ഞാൻ ഉറക്കത്തെ പുണരുമ്പോൾ, അതായത് ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ, ഐസ് ഓഫ് നൈറ്റ് എന്നാണ് രാത്രിയുടെ കണ്ണുകൾ എന്നെ കാവലിരിക്കും, ഇല്ലെങ്കിൽ എന്നെ നോക്കും. ആരാണ്? ചന്ദ്രൻ എന്നെ നോക്കും. ആസ് ഐ എവേക്കിൻ, അതുപോലെ ഞാൻ ഉണരുമ്പോൾ, ഐ സ്റ്റെയർ അറ്റ് ദ സൺ, ഞാൻ സൂര്യനെയാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ രാത്രിയും പകലും പൂവിന് ആര് കാവലുണ്ട്? ഈ പറയുന്ന ചന്ദ്രനും സൂര്യനുമുണ്ട് എന്ന് വെച്ചാൽ ഗാർഡിയൻസ് പോലെ. വിച്ച് ഇസ് ദ ഓൺലി ഐ ഓഫ് ദ ഡേ. പ്രകാശത്തിൽ ആകെയുള്ള ഒരു കണ്ണെന്താണ്? സൂര്യനാണ് അല്ലേ. രാത്രിയിലെ കണ്ണെന്ന് പറയുന്നത് ചന്ദ്രനുമാണ്. ദ ഓൺലി ഐ ഓഫ് ദ ഡേ. അടുത്ത വരി, I drink dew for wine, I hearken to the voice of birds and dance to the rhythmic swaying of the grass. എന്നിട്ട് ഇനി പൂവിൻ്റെ ഭക്ഷണം ഇതൊക്കെ പറയാണ് നമ്മളോട്. ഐ ഡ്രിങ്ക് ഡ്യൂ ഫോർ വൈൻ, എന്താണ്? ഞാൻ വൈൻ്റെ മധുപാനം ചെയ്യുന്നത് എന്തിനാണ്? ഡ്യൂ ആണ്, അതായത് പ്രകാശത്തിലെ ആ മഞ്ഞു തുള്ളികളാണ് എൻ്റെ ഭക്ഷണം. ഐ ഹേർക്കൻ മീൻസ് ഐ ഹിയർ ടു ദ വോയിസ് ഓഫ് ബേർഡ്സ്, അതുപോലെ പക്ഷികളുടെ ശബ്ദം എന്ത് ചെയ്യും? ഞാൻ കേൾക്കും. ആൻഡ് ഡാൻസ്, അതിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യും? ഡാൻസ് ചെയ്യും. ടു ദ റിത്തമിക് സ്വേയിങ് ഓഫ് ഗ്രാസ്, അതായത് കാറ്റിലാടുന്ന ആ ഇലകൾക്കൊപ്പം, പുല്ലിനോടൊപ്പം ഞാൻ എന്ത് ചെയ്യും? ഡാൻസ് ചെയ്യും, ആ പക്ഷികളുടെ പാട്ടിനോടൊപ്പം. ഇനി ഇതിൻ്റെ ഒരു മെസ്സേജ് പാട്ടിലേക്ക് വരികയാണ്. ഐ എം ദ ലവേഴ്സ് ഗിഫ്റ്റ്, ഐ എം ദ വെഡിങ് റെത്ത്, ഐ എം മെമ്മറി ഓഫ് എ മൊമെൻറ്റ് ഓഫ് ഹാപ്പിനെസ്, ഐ എം ദ ലാസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ലിവിങ് ടു ദ ഡെത്ത്, ഐ ആം പാർട്ട് ഓഫ് ജോയ് ആൻഡ് എ പാർട്ട് ഓഫ് സോറോ. ഇനി പറയാണ്, പൂവിൻ്റെ പ്രാധാന്യം പറയാണ് അല്ലേ. മനുഷ്യരുടെ എല്ലാ പരിപാടികളിലും പൂക്കൾക്ക് വലിയ സ്ഥാനമുണ്ട്. അതിനൊരു ലവേഴ്സ് ഗിഫ്റ്റ് ആയിക്കോട്ടെ അല്ലേ, പ്രണയിക്കുന്നവരുടെ സമ്മാനമായി പൂക്കൾ കൊടുക്കുന്നു. അതുപോലെ വെഡ്ഡിങ് റെത്ത്, അതായത് ബൊക്കെ പോലെ, ഇല്ലെങ്കിൽ കല്യാണത്തിന് അലങ്കാരങ്ങൾക്കായിട്ട്, പൂമാല ആയിട്ട് എന്തുപയോഗിക്കും? ഫ്ലവേഴ്സ് ഉപയോഗിക്കും. ആൻഡ് ദ മെമ്മറി ഓഫ് എ മൊമെൻറ്റ് ഓഫ് ഹാപ്പിനെസ്, ഏതെങ്കിലും ഒരു സന്തോഷമായ ഓർമ്മയെ എന്താണ് സ്റ്റോർ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓർമ്മയാണ് പൂക്കൾ എന്ന് പറയാണ്. ഐ എം ദ ലാസ്റ്റ് ഗിഫ്റ്റ് ഓഫ് ലിവിങ് ടു ദ ഡെത്ത്, അതുപോലെ മരിക്കാൻ നേരം, ഇല്ലെങ്കിൽ മരിച്ച് പോയ ഒരാൾക്ക് നമ്മൾ എന്താണ് അവരുടെ റീത്തായിട്ടോ, ഇല്ലെങ്കിൽ അവരുടെ ശവമാടത്തിൽ, ഇല്ലെങ്കിൽ കുഴിമാടത്തിൽ നമ്മൾ പൂക്കളൊക്കെ വെക്കും അല്ലേ. അതുപോലെ അവിടെയും ഞാൻ ഉണ്ട് എന്ന് പറയാണ്. ഐ എം ദ ലാസ്റ്റ് ഗിഫ്റ്റ്, അവർക്ക് കൊടുക്കുന്ന അവസാന സമ്മാനമാണെന്ത്? ആ ഫ്ലവേഴ്സ്. ഐ എം പാർട്ട് ഓഫ് ജോയ് ആൻഡ് പാർട്ട് ഓഫ് സോറോ എന്നാണ് പൂ പറയാണ്. ഞാൻ നിങ്ങളുടെ സന്തോഷത്തിനും ദുഃഖത്തിലും ഞാൻ ഭാഗമാണ്. ബട്ട് ഐ ലുക്ക് അപ്പ് ഹൈ to see only the light, and I never look down to see my shadow. This is wisdom which man must learn. എന്നിട്ട് അദ്ദേഹം ലാസ്റ്റ് നമ്മളോട് പറയാണ്, ബട്ട് ഐ ലുക്ക് അപ്പ് ഹൈ ടു സീ ഓൺലി ദ ലൈറ്റ്. നിങ്ങൾ പൂക്കൾ ഒരിക്കലും തല താഴ്ന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. സൂര്യകാന്തി ആയിക്കോട്ടെ, ഏത് പുഷ്പമാണെങ്കിലും അത് സൂര്യന് നേരെ, ഇല്ലെങ്കിൽ എന്താണ് പ്രകാശത്തിന് നേരെ മുകളിലേക്ക് ഉയർന്നാണ് നിൽക്കുക. അതുപോലെ ലുക്ക് അപ്പ് ഹൈ, നിങ്ങളെന്ത് ചെയ്യുക? എന്നെപ്പോലെ മുകളിലേക്ക് നോക്കി നിൽക്കുക. ഓൺലി ലൈറ്റ് എന്നാണ് ഹാപ്പിനെസ്, ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വരാൻ പോകുന്ന നല്ല കാര്യങ്ങളെ മാത്രം, അതായത് പ്ലസൻ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളെയും സമീപിക്കുക. ആൻഡ് നെവർ ലുക്ക് ഡൗൺ ടു സീ മൈ ഷാഡോ, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യാറില്ല? എൻ്റെ നിഴലിനെ ഞാൻ നോക്കാറില്ല. ഞാൻ ഒരിക്കലും തിരിഞ്ഞ് എൻ്റെ നിഴൽ എങ്ങനെയാണെന്ന് ഞാൻ നോക്കാറില്ല. എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെങ്ങനെയാണ്, ഇല്ലെങ്കിൽ നമ്മുടെ കുറവുകൾ എന്താണ്? ചിലപ്പോൾ ആ പൂവിന് ഇതളുകൾ ഉണ്ടാവില്ല, ചിലപ്പോൾ അതിന് മറ്റെന്തെങ്കിലും പുഴു കടിച്ചിട്ടുണ്ടാവാം, അങ്ങനെ പലതുണ്ടാവാം. പക്ഷെ ആ പുഷ്പം ഒരിക്കലും എന്ത് ചെയ്യാറില്ല? തൻ്റെ ഷാഡോ നോക്കി ദുഃഖിക്കാറില്ല. ദിസ് വിസ്ഡം, അതായത് ഈ അറിവ്, ഈ ഒരു നോളജ് വിച്ച് മാൻ മസ്റ്റ് ലേൺ, ഈ അറിവാണ് ഓരോ മനുഷ്യനും പഠിക്കേണ്ടത്. എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മളൊരിക്കലും പാസ്റ്റ്, നമ്മുടെ കഴിഞ്ഞു പോയ കാലമോ ഇല്ലെങ്കിൽ നമ്മൾക്കുണ്ടാവുന്ന പ്രശ്നങ്ങളെയോ നോക്കി തലകുനിച്ച് നിൽക്കാതെ ഇനി വരാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്കായി എപ്പോഴും എന്ത് ചെയ്യുക? മുന്നിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ആ പ്രകാശത്തെ മാത്രം, ഹോപ്പ്, പ്രതീക്ഷയോടുകൂടി നോക്കുക എന്നാണ് ഈ കവിത പറയുന്നത്. അപ്പോൾ ഈ പോയം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. താങ്ക് യു.